പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സ്നേഹ സമ്പന്നരായ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, സൂറത്തുൽ ബഖറയിലെ 185 വചനം വിശുദ്ധ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അവതീർണമായ വചനങ്ങളിലൊന്ന്. അതാണ് നമ്മളിവിടെ ഈ തുടർച്ചയിൽ പഠിച്ചു വരുന്നത്. നമ്മൾ പഠിക്കുന്ന വചനം നോമ്പിൻ്റെ വിഷയത്തിൽ ഈ 3-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. പിന്നെ അയ്യാമം മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്ന് തുടങ്ങുന്ന ഈ 185 വചനമാണ്. അതിൽ നമ്മൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഭാഗം പഠിക്കുകയുണ്ടായി. എന്ന് അവതീർണമായി വിശുദ്ധ ഖുർആൻ, എങ്ങനെ അവതീർണമായി വിശുദ്ധ ഖുർആൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുടർച്ചയിൽ അക്കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇനി ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന്? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ. ഈ ഒരു മഹത്തായ, മഹനീയമായ, മഹോന്നതമായ ലക്ഷ്യസാക്ഷാത്കാരത്തിനാണ്, ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ഇവിടെ അന്നാസ് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ്. അന്നാസ് എന്നുള്ളത് അൽ ഉനാസ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. അൽ ഉനാസ്. പക്ഷെ ഇവിടെ ഈ ഹംസ് കളഞ്ഞുപോയി. എന്നിട്ട് അന്നാസ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. കുല്ലു ഉനാസിൻ സൗഫ തദ്ഖുലു ബൈനഹും ദുവൈഹത്തുൻ തസ്ഫറു മിൻഹൽ അനാമിലു എന്നൊരു കവിത കാണാം. കുല്ലു ഉനാസിൻ, എല്ലാ മനുഷ്യരും. പക്ഷേ ഈ ഭാഷയിൽ ഈ തഖ്ഫീഫിന് വേണ്ടി, ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി സാർവത്രികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എങ്കിൽ അതിൽ ഈ ഹംസ കളയുക എന്നുള്ളത്, കളഞ്ഞുച്ചരിക്കുക എന്നുള്ളത് അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഖൈർ, ഷർ, അഖിയർ, അഷർ എന്നാണ്. പക്ഷെ അതിൽ ഹംസത്ത് കളഞ്ഞുപോയി, അഖിയർ എന്നതിൽ. അതേപോലെയാണ് ഈ പദത്തിൽ ഹംസ കളയപ്പെട്ടത്. ഉനാസ് എന്നുള്ളത് നാസ്, അങ്ങനെ അതിൻ്റെ ഉച്ചാരണം. ഉനാസ് എന്നും പ്രയോഗിക്കപ്പെടും. ഞാൻ കവിത പറഞ്ഞല്ലോ, ചില വചനങ്ങളിലും അപ്രകാരമുണ്ട്. ഏതായാലും ഇവിടെ ഉദ്ദേശം ലിന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും. അവർക്ക് ഹുദയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഹുദ എന്നുള്ളത് മസ്ദറാണ്, ക്രിയാധാതു. പക്ഷെ അത് ഹാദിൻ അല്ലെങ്കിൽ ഹാദിയുൻ എന്ന ഇസ്മു ഫായിലിൻ്റെ അർത്ഥത്തിൽ ഹുദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗദർശകം അല്ലെങ്കിൽ മാർഗദർശി. ഹാദിയൻ ലിന്നാസ്, മാർഗദർശിയായി, അല്ലെങ്കിൽ ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞാൽ മാർഗദർശകമായി. ആ ഹാലിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതീർണമായി? വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരും
അവർക്ക് മാർഗദർശകമായി അല്ലെങ്കിൽ മാർഗദർശിയായി അവതീർണമായി. ആ അവസ്ഥ വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അത് തുടരുന്നു. എക്കാലത്തേക്കും എന്നേക്കും എവിടത്തേക്കും വിശുദ്ധ ഖുർആൻ മാർഗദർശകമാണ്, മാർഗദർശിയാണ്. ചില പണ്ഡിതന്മാർ ഇവിടെ ഹുദൻ എന്നത് മഫ്ഊലുൻ ലി അജലിഹി വ്യാകരണപ്രകാരം, ആദ്യത്തെ അർത്ഥപ്രകാരം അത് ഹാലായി. ചിലർ ഇത് മഫ്ഊലുൻ ലി അജലിഹി എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശകമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാർഗദർശിയാകുന്നതിന് വേണ്ടി. അതാണ് മഫ്ഊലുൻ ലി അജലിഹി എന്ന് വ്യാകരണപ്രകാരം അതിൻ്റെ ഇറാബ് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം. രണ്ടും പരിഗണ്യമായ വ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിന്? മുഴുവൻ മനുഷ്യർക്കും ഹുദയാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹുദയായ അവസ്ഥയിൽ. ഹുദ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഹുദ? മാനവർക്ക് അവരുടെ ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്നതിലേക്ക് വഴികാട്ടിയായി, മാർഗദർശകമായി വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ അലൈഹിമസ്സലാം അവരെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞില്ലേ? എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വരും, എൻ്റെ ആ ഹുദയെ പിൻപറ്റിയാൽ ദുഃഖമോ ഭയമോ ഏൽക്കേണ്ടി വരുകയില്ല എന്ന് കാലാകാലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹുദയെ മാനവർക്ക് മാർഗദർശകമായി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ആ ഹുദയാണ്. വ അൻസല തൗറാത്ത വൽ ഇൻജീല മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും വിഷയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു ഹുദൻ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായ അവസ്ഥയിൽ അല്ലെങ്കിൽ മാർഗദർശകമാകുന്നതിന് വേണ്ടി. വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇവിടെ വബയ്യിനാത്തിൻ എന്ന് പറഞ്ഞു. ബയ്യിനത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത്. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ അൽ ജലിയത്ത് അല്ലെങ്കിൽ വാദിഹത്ത്, സ്പഷ്ടമായത്, വ്യക്തമായത് എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ബയ്യിനാത്ത് എന്ന് പറഞ്ഞെങ്കിൽ വ്യക്തമായവ, സ്പഷ്ടമായവ, ജലിയാത്ത്, വാദിഹാത്ത് എന്നാണ്. അത് ഒരു വിശേഷണമാണ്, സിഫത്താണ്. അതുകൊണ്ട് എന്ത് വിശേഷിപ്പിക്കപ്പെട്ടു? അത് ഇവിടെ വ്യംഗ്യമാണ്. ഉദ്ദേശം ആയാത്ത് എന്നാണ്. ആയാത്ത് സൂക്തങ്ങൾ, വചനങ്ങൾ. അപ്പോൾ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ വ ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ. അങ്ങനെ ആയിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഹുദയും അതേപോലെ വ്യക്തമായ ആയത്തുകളുമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ വ്യക്തമായ ആയത്തുകളാകുന്നതിന് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ആയാത്തിൻ ബയ്യിനാത്ത് അതാണ് ഉദ്ദേശം എങ്കിൽ വ്യക്തമായ ആയത്തുകൾ. ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ?
അത് ഈ പറയപ്പെട്ട ഹുദയുടേതാണ്. ഹുദയുടെ വ്യക്തമായ ആയത്തുകളായിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അപ്പോൾ ഈ മിൻ എന്നത് മിൻ അൽ ബയാനിയ എന്ന് പറയും. അതായത് വ്യക്തമായ ആയത്തുകൾ. ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അത് വ്യക്തമാക്കുന്നു. തുടർന്ന് ഹുദയുടെ വ്യക്തമായ ആയത്തുകൾ. അപ്പം മിൻ എന്നുള്ളത് അതാണ്. ഈ ആയാത്തുൻ ബയ്യിനാത്ത് എന്നതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് ഈ മിൻ ബയാനിയ എന്നതിന് പറയും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഹുദൽ ലിന്നാസ്, എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായി, വബയ്യിനാത്തിൻ മിനൽ ഹുദ, ഈ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ സൂക്തങ്ങളായി, വാക്യങ്ങളായി, ദൃഷ്ടാന്തങ്ങളായി. മാനവർക്ക് ഇഹലോകത്ത് അവർക്ക് ഭൗതികമായ വിഷയങ്ങളുണ്ട്, അവർക്ക് മതപരമായ വിഷയങ്ങളുണ്ട്. അവരുടെ ആത്മാവിനെ, മനസ്സിനെ പോഷിപ്പിക്കേണ്ട വിജ്ഞാനങ്ങളും ദർശനങ്ങളുമൊക്കെ വേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വ്യക്തമായ സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ 6246 സൂക്തങ്ങൾ. ആ സൂക്തങ്ങളെയാണ് ഇവിടെ ബയ്യിനാത്തിൻ മിനൽ ഹുദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞ് മാർഗദർശനം, മാർഗദർശി. ആ ഹുദ തന്നെയാണ് ഈ പറയപ്പെട്ട ഹുദയും. നമ്മൾ സൂറത്തുൽ മുസ്സമ്മിലിൽ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ കമാ അർസൽന ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനുർ റസൂൽ എന്ന് പറഞ്ഞേ. ഫിർഔനിലേക്ക് ഒരു റസൂലിനെ അയച്ചതുപോലെ കമാ അർസൽന ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ റസൂൽ, ആ റസൂൽ തന്നെയാണ് അവിടെ. അത് അലിഫ്ലാം ഇല്ലാതെയാണ് ഇന്ന അർസൽനയിലേക്കും റസൂലൻ എന്ന് പറഞ്ഞത്. അലിഫ്ലാമില്ല, റസൂലൻ ഇവിടെ പറഞ്ഞ പോലെ ഹുദൻ. പക്ഷേ ഫഅസാ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ അതേ റസൂലാണ് ഈ പിന്നീട് പറഞ്ഞ റസൂൽ, അർ റസൂൽ, അവിടെ അലിഫ്ലാമുണ്ട്. അതേപോലെയാണ് ഇവിടെ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ ഹുദയുടെ സ്പഷ്ടമായ വ്യക്തമായ വചനങ്ങൾ, അതുമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അതിനായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഇതാണിവിടെ പറയുന്നത്. വൽ ഫുർഖാൻ, ഫുർഖാനിൻ്റെയും വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ. ഫുർഖാൻ അത് ഫറഖയിൽ നിന്നാണ് നമുക്ക് വന്നുപോയ പദമാണ്. ഇതൊക്കെ വേർപ്പെടുത്തി, വ്യക്തമാക്കി എന്നൊക്കെ അർത്ഥത്തിൽ. വഖുർആനൻ ഫറഖിനാഹു എന്ന് പറയല്ലേ. വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ അൽ ഫുർഖാൻ വിവേചനത്തെ, വിഭജിക്കുന്നതിനെയൊക്കെയാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഹക്കിനെയും അതേപോലെ തന്നെ ബാത്തിലിനെയും വേർതിരിക്കും. അതേപോലെ അൽ ഖൈറിനെയും അതേപോലെ ഷർറിനെയും വേർതിരിക്കും. ഉപകാരപ്രദമായത്, ഉപദ്രവകരമായത് അവയെ വേർതിരിക്കും. സത്യസന്ധമായത് അതേപോലെ തന്നെ വ്യാജമായത് അവയെ വേർതിരിക്കും. അതേപോലെ കൽപ്പിക്കപ്പെട്ടത്
വിലക്കപ്പെട്ടത് അതിനെ വേർതിരിക്കും. അതേപോലെ ഹലാലായത്, അതേപോലെ ഹറാമായത് ഇതിനെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ കക്ഷിക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അദുവുകളുണ്ട്, ശത്രുക്കൾ, അവയെ വേർതിരിക്കും. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുക്കുമുകൾ വിധികളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുദൂദ് ശിക്ഷാവിധികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ പലതാണ്. സ്വഭാവ സംബന്ധിയായി, അഖ്ലാഖിയായി, ആദാബ് മര്യാദകളുമായി ബന്ധപ്പെട്ട്, സുലൂക്ക് പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ വൈവിധ്യങ്ങളിലാണ് വചനങ്ങൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ച് വ്യക്തമാക്കുന്നു. സത്യത്തെ വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്, അസത്യത്തെ അസത്യമായി ചിത്രീകരിക്കുന്ന തെളിവുകളുണ്ട്. ഇതൊക്കെ വേർതിരിക്കുന്ന സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, സത്യം അസത്യം, ഖൈർ ഷർറ്, നന്മ തിന്മ, നാഫി ദാർ, ഉപകരിക്കുന്നത് ഉപദ്രവമാകുന്നത്, സിദ്ഖ് കെദിബ് സത്യമായത് അസത്യമായത്, അതേപോലെ മഅ്മൂർ കൽപ്പിക്കപ്പെട്ടത്, മഹ്ദൂർ വിലക്കപ്പെട്ടത്, ഹലാൽ അനുവദനീയമായത്, ഹറാം നിഷിദ്ധമായത്, വലി മിത്രം, അദു ശത്രു, അള്ളാഹുവിൻ്റെ മിത്രം അള്ളാഹുവിൻ്റെ ശത്രു, ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു. അതിൽ വഅദ് വാഗ്ദാനങ്ങളുണ്ട്, വഈദ് മുന്നറിയിപ്പുകളുണ്ട്, തർഗീബ് ആഗ്രഹം ജനിപ്പിക്കുന്നവയുണ്ട്, തർഹീബ് പേടി ജനിപ്പിക്കുന്നവയുണ്ട്. ഇങ്ങനെ തുടങ്ങി വിജ്ഞാനങ്ങളുടെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കിതാബാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ ഇതൊക്കെ വേർതിരിക്കുന്ന മഹൽ സൂക്തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് വിശുദ്ധ ഖുർആനെ ഇറക്കി? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശിയായി അല്ലെങ്കിൽ മാർഗദർശകമായി, അതേപോലെ വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ മാർഗദർശനത്തിൻ്റെ സുവ്യക്തമായ സ്പഷ്ടമായ വചനങ്ങളായി, അതേപോലെ തന്നെ വൽ ഫുർഖാൻ, ഫുർഖാനുള്ള വചനങ്ങളുമായി വ്യക്തമായ വചനങ്ങളുമായി അവതരിപ്പിച്ചു എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യവും, ഞാൻ പറഞ്ഞല്ലോ, മഹനീയവും മഹത്തരവുമായ ലക്ഷ്യം അത് ഈ ഹുദയാണ്. വിശുദ്ധ ഖുർആൻ മാർഗദർശകമാകണം, മാർഗദർശിയാകണം. വിശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളുണ്ട്. അതിലൊക്കെ പല ലക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജിനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമിൻ യുമിനൂൻ. അവിടെ ഹുദൻ വറഹ്മതൻ, കാരുണ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങി. സൂറത്ത് അറാഫിൽ. സൂറത്ത് നഹ്ലിൽ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. അവിടെ ഹൂദൻ വറഹ്മതൻ വബുശ്റ, റഹ്മതൻ വബുശ്റ, സന്തോഷ വാർത്തയായിക്കൊണ്ട്, സുവിശേഷമായിക്കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ പറയണം. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹൂദൻ വശിഫ. ഖുർആൻ ഇറങ്ങിയത് ഷിഫയായിക്കൊണ്ടാണ്,
ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം. ഇതേപോലെ വചനങ്ങൾ പലത് വിശുദ്ധ ഖുർആൻ അവതീർണമായതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തെ, ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന വചനങ്ങൾ പലതാണ്. ചിലത് ഉദാഹരിച്ചു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ വചനത്തിലാകട്ടെ, ഇവിടെ നമ്മൾ കേട്ട വചനങ്ങളിലാകട്ടെ, ഹുദ അത് പ്രത്യേകം പരാമൃഷ്ടമാണ്. എല്ലായിടത്തും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ ഹുദൻ വനസ്സൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്റ. അവിടെ ഹുദൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി യഹ്ദി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഹുദൻ നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ കേട്ട വചനത്തിൽ ഫുസ്സലത്തിലെ 44-ൽ ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ, ഹുദൻ. അതേപോലെ വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ എന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എന്തിനെ അവതരിപ്പിച്ചു? വിവിധ ലക്ഷ്യങ്ങൾ പറയുന്നിടത്തൊക്കെയും ഹുദൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാനവർക്ക് മാർഗദർശകമായി, മാനവർക്ക് മാർഗദർശിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ അവരുടെ ദീനീ ജീവിതത്തിലും ദുന്യവി ജീവിതത്തിലും ഉപകരിക്കുന്നത്, അവർക്ക് അനുകൂലമായത്, അവരെ രക്ഷപ്പെടുത്തുന്നത്, അതിലേക്കുള്ള നിദർശനം, നിർദ്ദേശം, വഴികാട്ടി, മാർഗരേഖ, അതാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്തിന്? ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അല്ലാഹു ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു. അതിനാൽ എന്തു വേണം? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് നമുക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.